ചാപ്റ്റർ സെക്കൻഡ് ഹിസ്റ്ററിയുടെ വേൾഡ് ഇൻ ദി 20th സെഞ്ച്വറി. ഇൻ ദി 20th സെഞ്ച്വറി അതാണ് ഫസ്റ്റ് ചാപ്റ്റർ. ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഇംഗ്ലണ്ടിലാണല്ലോ ഉണ്ടായത്. എങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത്? ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ തുടക്കം വെച്ചത് തന്നെ നമ്മുടെ ക്ലോത്തുകൾ വീവ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ വീടുകളിലായിരുന്നു. അത് മെഷീനറിയിലേക്കും ഫാക്ടറിയിലോട്ടും മാറിയതോടുകൂടിയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത്. എന്താണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ? നമ്മൾ വീടുകളിൽ നിന്ന് നമ്മുടെ കൈകൊണ്ടുണ്ടാക്കിയിരുന്ന ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റുകളെല്ലാം വലിയ ബിൽഡിങ്ങിലോട്ട് മെഷീൻ്റെ സഹായത്തോടെ ബൾക്കായിട്ട് ഉണ്ടാക്കുന്നു. ഒരു രാജ്യത്തിന് ഒരു സ്റ്റേറ്റ് ആണെങ്കിൽ ആ സ്റ്റേറ്റിന് ആവശ്യത്തിൽ അധികം സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുകയും അത് മറ്റുള്ള കൺട്രീസിലേക്ക് അത് കൊടുക്കുകയും ചെയ്യുന്നു. വൻപിച്ച ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് സെക്ടറിൽ ഇതുപോലെ ഇൻഡസ്ട്രിയിലുണ്ടാകുന്നു. സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള സംഗതികളൊന്നുമില്ല. ഗവൺമെൻറ്റിന് ഈ പ്രൊഡക്ഷനിൽ വലിയ കാര്യമായിട്ടുള്ള പങ്കൊന്നുമില്ല. അപ്പം അങ്ങനെ വരികയും നല്ല രീതിയിൽ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വളരെ സൂത്രത്തിൽ അവർ തൊഴിലാളികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അവർക്ക് സാലറി കൃത്യമായിട്ടുള്ള സാലറികളല്ല കൊടുക്കുന്നത്. അവർക്ക് ആ വർക്കിംഗ് നല്ല അറ്റ്മോസ്ഫിയർ ഒന്നും കൊടുക്കുന്നില്ല. റോ മെറ്റീരിയൽസ് കംപ്ലീറ്റ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊളോണൈസേഷൻ എങ്ങനെയാണ് കൊളോണൈസേഷൻ? ഇപ്പോൾ ഇംഗ്ലണ്ട് തന്നെ എടുക്കാം, അല്ലെങ്കിൽ ബ്രിട്ടൻ എടുക്കാം. ബ്രിട്ടനിൽ ഒരുപാട് വ്യവസായ യൂണിറ്റുകൾ, ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുണ്ട്. ആ യൂണിറ്റുകൾ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുന്നു. അത് ബ്രിട്ടന് ആവശ്യമായതിലധികവും അതിൻ്റെ 10 ടൈംസോ 100 ടൈംസോ ഒക്കെ അവരുണ്ടാക്കി കളയും മെഷീനായതുകൊണ്ട്. അപ്പം ഇതെല്ലാം ബ്രിട്ടനിൽ തന്നെ ചിലവാക്കാൻ പറ്റില്ല. അപ്പം മറ്റുള്ള കൺട്രീസിൽ ഇത് കൊണ്ട് വിൽക്കും. അപ്പം അങ്ങനെ വിൽക്കുമ്പോൾ കടൽ മാർഗമൊക്കെ വരണം. അപ്പോൾ ഒരുപാട് ട്രാൻസ്പോർട്ടിങ് എക്സ്പെൻസ് ഒക്കെ വരും. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ സ്വാഭാവികമായിട്ടും ഇന്ത്യ പോലെയുള്ള അല്ലെങ്കിൽ ആഫ്രിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ വന്നിട്ട് അവിടെ യൂണിറ്റുകൾ സ്ഥാപിക്കുകയും അവിടെ ഇൻഡസ്ട്രികൾ സ്ഥാപിക്കുകയും അവർ ക്യാഷ് മാത്രമായിട്ടാണ് ഇവിടെ വരുന്നത്. എന്നിട്ട് ഇവിടെയുള്ള റോ മെറ്റീരിയൽസ് എല്ലാം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് ഇവിടെയുള്ള ആളുകളെ ലേബേഴ്സായിട്ട് വെച്ചുകൊണ്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കുകയും അതിവിടെ തന്നെ അവർ സെയിലാക്കുകയും അതിൻ്റെ പ്രോഫിറ്റ് മാത്രം അവരെങ്ങോട്ട് കൊണ്ടുപോകുന്നു, അവരുടെ കൺട്രീസിലോട്ട്, നേറ്റീവ് കൺട്രീസിലോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പോൾ അവർ നമ്മളെ കോളനികളാക്കുകയാണ് ഇവിടെ. അതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പിന്നീട് കൊളോണൈസേഷന് കാരണമായി. കാരണം ഒരുപാട് ലേബേഴ്സൊന്നും അതാത് രാജ്യങ്ങൾ കിട്ടില്ല. അപ്പോൾ ഇന്ത്യ പോലെയുള്ള ഉണ്ടെങ്കിൽ തന്നെ അവർ കൂടുതൽ സാലറി ചോദിക്കും. അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ വേണം, വർക്കിംഗ് കണ്ടീഷൻസ് മെച്ചപ്പെട്ടത് വേണം. പക്ഷേ ഇന്ത്യ, ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലാണെങ്കിൽ ചീപ്പ് റേറ്റിൽ ജോലി ചെയ്യാൻ ആവശ്യമുള്ള ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും വർക്ക് ചെയ്യുന്ന ആളുകളെ കിട്ടും. അവിടെ 100 രൂപയും നല്ല സൗകര്യങ്ങളും കൊടുക്കുന്നതിന് പകരം ഇവിടെ 10 രൂപയും ഒരു സൗകര്യം കൊടുത്തില്ലെങ്കിൽ അവർ തൊഴിൽ ചെയ്തിട്ടും സാധനം ഉണ്ടാക്കും. പിന്നെ ട്രാൻസ്പോർട്ടിങ് കോസ്റ്റ് ഇവിടെ തന്നെയാണ് അത് വിൽക്കാനുള്ളത്. അപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ട് ഇവിടെ വിൽക്കുന്നതിനേക്കാളും ഇവിടെ തന്നെ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്നതല്ലേ. അപ്പോൾ അതാണ് ഇങ്ങനെയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൊളോണൈസേഷന് കാരണമായത്. ഈ കൊളോണൈസേഷൻ എന്ന് പറയുമ്പോൾ കൊളോണൈസേഷൻ്റെ പ്രത്യേകത എന്താണ്? വാട്ട് ആർ ദി പെക്യുലാരിറ്റീസ് ഓഫ് കൊളോണൈസേഷൻ? ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ലാർജായിട്ട് വരും, ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ക്യാപിറ്റലിസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ഫോർമേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസൊക്കെ ഈ കൊളോണൈസേഷൻ്റെ ഫലമായിട്ട് ഇവിടെ വന്നതാണ്. ഈ കൊളോണൈസേഷൻ എന്തിനു കാരണമാവും? ഇമ്പീരിയലിസത്തിന് കാരണമാവും. അപ്പോൾ എന്താണ് കൊളോണൈസേഷൻ? എന്താണ് ഇമ്പീരിയലൈസേഷൻ? The Europeans had already established a trade relationship with Asia, Africa and Latin America. ഏഷ്യ, ആഫ്രിക്ക എന്നീ കൺട്രീസിലായിരുന്നു യൂറോപ്യൻസിന് ട്രേഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്.
ഈ പൊളിറ്റിക്കൽ പവറും മിലിറ്ററി ഫോഴ്സസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് അവരെന്ത് യൂറോപ്യൻ കൺട്രീസ് എക്കണോമിക്കലി എക്സ്പ്ലോയിറ്റഡ് ദീസ് നേഷൻസ്. എക്കണോമിക്കലി ഇവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തു, അവിടെ മിലിറ്ററി ഫോഴ്സസ് ഉപയോഗിച്ചും പൊളിറ്റിക്കൽ പവർ ഉപയോഗിച്ചും. അങ്ങനെ അവർ കോളനികൾ ലേറ്റർ ദി സ്റ്റേറ്റ്സ് ബിക്കംസ് കോളനീസ്. ഇത് കോളനിയായി മാറി. ഇതിനാണ് കോളനൈസേഷൻ എന്ന് പറയുന്നത്. ഈ കോളനൈസേഷൻ എങ്ങനെ ഇമ്പീരിയലിസത്തിലേക്ക് റിസൾട്ട് ചെയ്തു? ദി ഡിസ്റ്റിങ്റ്റീവ് ഫേസ് ഓഫ് ഫ്ലോ ഓഫ് ഫൈനാൻസ് ക്യാപിറ്റൽ ടു കോളനീസ് ഈസ് നോൺ ആസ് ഇമ്പീരിയലിസം. ക്യാപിറ്റൽസ് എന്താണ് ഈ കോളനിയിലോട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് വിട്ടു. അപ്പോൾ ഇംപീരിയലിസം വന്നു. ഇമ്പോസിങ് നേഷൻസ് പൊളിറ്റിക്കൽ ആയിട്ടും എക്കണോമിക്കലും ആയിട്ടുള്ള കൾച്ചറലായിട്ടുള്ള ഡൊമിനൻസ് അവരുടെ കയ്യിലായി മാറി, യൂറോപ്യൻസിൻ്റെ കയ്യിലായി മാറി. ആഫ്രിക്കയിലെയും ലാറ്റിൻ അമേരിക്കയിലെയും ഇന്ത്യയിലേക്ക് ഏഷ്യയിലേക്ക് കൺട്രീസിൻ്റെ പൊളിറ്റിക്കൽ പവർ, എക്കണോമി പിന്നെ കൾച്ചറായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഡൊമിനേറ്റ് ചെയ്തു അവർ. അങ്ങനെയാണ് ഇംപീരിയലിസത്തിലേക്ക് ഇത് റിസൾട്ട് ചെയ്യുന്നത്. അപ്പോൾ കൊളോണലൈസേഷൻ ഇംപീരിയലിസത്തിലോട്ട് റിസൾട്ട് ചെയ്തു. ഇംപീരിയലിസം വന്നപ്പോൾ എന്താണ്? ക്യാപിറ്റലിസമായി. കോളനികൾ അതുപോലെ തന്നെ സാമ്രാജ്യങ്ങൾ. ഇംപീരിയലിസം എന്നൊക്കെ പറയുമ്പോൾ അവിടെ പാവപ്പെട്ട ആളുകൾക്ക് യാതൊരു സ്ഥാനവുമില്ല. മൊത്തം ക്യാപിറ്റലിസമാണ്, മുതലാളിത്ത സമ്പത്ത് അവസ്ഥ. ക്യാപിറ്റലിസ്റ്റിക് എക്കണോമിയാണ് വരുന്നത്. കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവൻ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് എന്താണ്? ലേബേഴ്സായിട്ട് തുടരേണ്ടി വരുന്നു. അതാണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. ഹൗ ഡിഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കോസസ് കോളനൈസേഷൻ കോളനികളായി മാറാൻ കാരണമെന്ത്? എന്താണ്? ഇംഗ്ലണ്ടിലാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ബിഗാൻ ചെയ്തത്. ഇംഗ്ലണ്ടിലാണ്. അത് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലോട്ട് സ്പ്രെഡ് ചെയ്തു. ഈ ക്യാപിറ്റലിസ്റ്റുകൾ ഹ്യൂജ് ആയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്യുകയും ഫാക്ടറീസ് ഉണ്ടാക്കുകയും ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ദേ ഇൻക്രീസ് ദെയർ പ്രോഫിറ്റ്. ഇറ്റ് പേവ്ഡ് ദി വേ ഫോർ ക്യാപിറ്റലിസം. അതൊരു ക്യാപിറ്റലിസത്തിന് വഴികാട്ടിയായി മാറുകയും ചെയ്തു. ദി ക്യാപിറ്റലിസം കൺട്രോൾഡ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഈ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും എല്ലാം ഈ മുതലാളിമാരാണ്, ക്യാപിറ്റലിസ്റ്റാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഗവൺമെൻറ്റിന് പ്രത്യേകിച്ച് ഒരു കൺട്രോളിലായിരുന്നു. ദിസ് എക്കണോമിക് സിസ്റ്റം ഈസ് നോൺ ആസ് ക്യാപിറ്റലിസം. അപ്പോൾ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കൺട്രോളും ക്യാപിറ്റലിസ്റ്റിൻ്റെ ഹാൻഡിലാവുമ്പോൾ അതിനെ ക്യാപിറ്റലിസം എന്ന് പറയുന്നു. ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രീസ് എന്ത് ചെയ്തു? ക്യാപിറ്റലായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തു. ഇൻക്രീസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽസ്. ഡൊമസ്റ്റിക് മാർക്കറ്റ് ഈസ് നോട്ട് ഇനഫ് ടു സെൽ ഓൾ ദീസ് പ്രൊഡക്റ്റ്. ഇവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം ഒരു ഡൊമസ്റ്റിക് മാർക്കറ്റിൽ മാത്രം സെല് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ പുതിയ ന്യൂ മാർക്കറ്റുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്തു? പുതിയ കൺട്രീസിലോട്ട് പോവുകയും അവിടെ കോളനികൾ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെ ഇമ്പീരിയലിസ്റ്റിലേക്ക് ഇത് പോയി. കൺട്രീസ് എക്സ്പ്ലോയിറ്റഡ് ദീസ് കോളനീസ് എക്കണോമിക്കലി. ലേറ്റർ ദീസ് നേഷൻസ് ബിക്കം ദി കോളനീസ് ഓഫ് യൂറോപ്യൻ കൺട്രീസ്. ദിസ് പ്രോസസ് ലീഡ്സ് ടു ഇമ്പീരിയലിസം, കൊളോണൈസേഷൻ. ഇങ്ങനൊരു കൊളോണൈസേഷനിലോട്ട് വരികയും ചെയ്തു. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൂടുതൽ സാധനം ഉണ്ടാക്കിപ്പോയി, അത് വിൽക്കേണ്ടി വന്നു, കൂടുതൽ പ്രോഫിറ്റ് വേണ്ടി വന്നു. ഇതിനു വേണ്ടി മാത്രം എന്താണ് കോളനികൾ ഉണ്ടാക്കുകയും അങ്ങനെ ഇമ്പീരിയലിസത്തിലേക്ക് പോവുകയും ചെയ്ത ഒരു അവസ്ഥയാണ് നമ്മളിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കൺഫ്ലിക്റ്റ് ഉണ്ടാക്കി നേഷൻസിൽ. കാരണം എന്താണ്? വൈ? കോമ്പറ്റീഷൻ ബിഗാൻ എമംഗ് ദി ക്യാപിറ്റലിസ്റ്റ് ഇൻ ഈച്ച് കൺട്രി. ഓരോ കൺട്രിയിലും ക്യാപിറ്റലിസ്റ്റ് കോമ്പറ്റീഷൻ തുടങ്ങി. എനിക്ക് കൂടുതൽ പ്രോഫിറ്റ് എന്ന്. കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ലേബേഴ്സുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടായി. പ്രോഫിറ്റ് കൂടുതൽ കിട്ടാൻ വേണ്ടി ലേബേഴ്സിന് കൃത്യമായിട്ടുള്ള സാലറി ഒന്നും കൊടുക്കില്ല. അവരുടെ നല്ല വർക്കിംഗ് കണ്ടീഷൻസ് ഒന്നും അവർക്ക് നല്ല ഉണ്ടാക്കി കൊടുക്കില്ല. എങ്ങനെയെങ്കിലും കംപ്ലീറ്റ്. ഇപ്പം നമ്മുടെ അന്യ സംസ്ഥാനത്ത് നിന്ന് തൊഴിലാളികളോട് വന്നു കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന പോലെ വലിയ വീട്ടിലുള്ളതാണ് താമസിപ്പിച്ചേക്കണേ. വളരെയൊക്കെ ചെറിയ വീട്ടിൽ അവരുടെ ആഹാര രീതികളൊക്കെ വളരെ ചീപ്പാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താണ്? ഈ തൊഴിലാളികളും മുതലാളിമാരും തമ്മിൽ കൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. കോമ്പറ്റീഷൻ എമംഗ് ക്യാപിറ്റലിസ്റ്റ് നേഷൻസ്. ഈ മുതലാളിമാർ തമ്മിലുള്ള മത്സരം, മുതലാളിമാർ ഉൾപ്പെട്ട രാജ്യങ്ങൾ തമ്മിലുള്ള മത്സരമായി മാറി. നേഷൻസ് തമ്മിലുള്ള കൺഫ്ലിക്റ്റായി മാറുന്നു. അവർ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് അത് വഴിവെച്ചു.
കൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദി ക്യാപിറ്റലിസ്റ്റ് നേഷൻസ് ആൻഡ് ദി പീപ്പിൾ ഇൻ ദി കോളനീസിലും പിന്നെ ക്യാപിറ്റലിസ്റ്റുകളിലെ നേഷൻസിലെ ആളുകൾ തമ്മിലുള്ള കൺഫ്ലിക്റ്റ് ആയി. വാർസ് ബിറ്റ്വീൻ ദി ക്യാപിറ്റലിസ്റ്റ് നേഷൻസ് ആൻഡ് ദി റൂളേഴ്സ് ഇൻ ദി കോളനീസ്. അങ്ങനെ റൂളേഴ്സും ആ കോളനിയിലെ അവിടെയുള്ള റൂളേഴ്സും ഈ ക്യാപിറ്റലിസ്റ്റുകളും തമ്മിൽ വാർസ് ഉണ്ടായി. ഇങ്ങനെയാണ് ഫസ്റ്റ് വേൾഡ് വാർ ഉണ്ടാവും. അപ്പോൾ നമുക്കത് അടുത്ത എന്ത് നോക്കാം, ഫസ്റ്റ് വേൾഡ് വാർ എങ്ങനെയാണ് ഉണ്ടായതെന്ന് നോക്കാം അല്ലേ. ഹൗ ഡിഡ് ദി കോമ്പറ്റീഷൻസ് അമംഗ് ദി ഇമ്പീരിയലിസ്റ്റ് നേഷൻസ് ലിഡ് ദി വേൾഡ് ടു എ വാർ. ഈ കോമ്പറ്റീഷൻ എമംഗ് ഇമ്പീരിയലിസ്റ്റ്, സാമ്രാജ്യത്വ ശക്തികൾ എന്ന് മലയാളത്തിൽ പറയും. ഈ ഇമ്പീരിയലിസ്റ്റുകൾ തമ്മിലുള്ള ഈ കോമ്പറ്റീഷൻസ് വേൾഡ് വാറിലാണ് പോയിട്ട് അവസാനിച്ചത്. എങ്ങനെയാണ്? പണമുള്ളിടത്ത് യുദ്ധം ഉണ്ടാവും, അത്രയല്ലേ ഉള്ളൂ. ദി യൂറോപ്യൻ നേഷൻസ് വീഡ് വിത്ത് ദി ഈച്ച് അതർ ആൻഡ് ഇൻ എസ്റ്റാബ്ലിഷിംഗ് കോളനീസ്. യൂറോപ്യൻ നേഷൻസ് കോളനികൾസ് ഉണ്ടാക്കാൻ വേണ്ടി എന്തായിരുന്നു? കോമ്പറ്റീഷനായിരുന്നു, കോമ്പറ്റീറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ദിസ് കോമ്പറ്റീഷൻ ലെഡ് ടു ദി കൺഫ്ലിക്ട്സ് അമംഗ് ദം ആൻഡ് കോസ്റ്റ് മ്യൂച്വൽ ഡിസ്ട്രസ് ആൻഡ് എനിമിറ്റി. ഇതെന്ത് സംഭവിച്ചു? ഈ കോൺഫ്ലിക്റ്റ് ഇവർക്ക് മ്യൂച്വലായിട്ടുള്ള ഡിസ്ട്രസ്, പരസ്പരം വെറുപ്പിനും എനിമിറ്റി, ശത്രുതയ്ക്കൊക്കെ കാരണമായി. ആരാണ് ശത്രു എന്ന് ആർക്കും അറിയാത്തൊരവസ്ഥയായി. ദി കോമ്പറ്റീഷൻ ഡ്രോവ് ദി നേഷൻ ടു ദി സൈനിങ് ഓഫ് മിലിറ്ററി അലയൻസസ്. ആരാണ് ശത്രുവാണെന്ന് അറിയില്ല. ശത്രുവിനെ തിരിച്ചറിയാതെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇച്ചിരി വിശ്വാസമുള്ള ഒരു രാജ്യമായിട്ട് അലയൻസ് വയ്ക്കും. ഇപ്പോൾ 2 or 3 രാജ്യങ്ങൾ തമ്മിൽ കൺട്രീസ് തമ്മിൽ ചേർന്നിരിക്കുമ്പോൾ അവരെ പിന്നെ ആരും പേടിക്കും. അവർ അവരുടെ ശത്രു ഉണ്ടെങ്കിൽ പോലും അവർക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇവർ എഗ്രിമെൻ്റ് ഒപ്പിട്ട് അലയൻസിൽ വെച്ചിരിക്കുന്നതല്ലേ. അപ്പോൾ ശത്രുവിനെ തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് അലയൻസുകൾ ഉണ്ടാകുന്നു, മിലിറ്ററി അലയൻസുകൾ ഉണ്ടാകുന്നു. മിലിറ്ററി അലയൻസസ് ഫോം ചെയ്തു. ട്രിപ്പിൾ അലയൻസ്, ട്രിപ്പിൾ എൻറ്റിറ്റി, ഇതാണ് ഇവിടെ ഉണ്ടായത്. ഇപ്പോൾ ട്രിപ്പിൾ അലയൻസും ട്രിപ്പിൾ എൻറ്റിറ്റും ഉണ്ടായി. ദി ഫോർമേഷൻ ഓഫ് ദിസ് മിലിറ്ററി അലയൻസ് ക്രിയേറ്റ് എ വാർ അറ്റ്മോസ്ഫിയർ ഇൻ യൂറോപ്പ്. യൂറോപ്പിൽ മുഴുവൻ ഒരു വാറിൻ്റെ അറ്റ്മോസ്ഫിയർ ഉണ്ടാവുകയാണ്. യൂറോപ്യൻ നേഷൻ സ്റ്റാർട്ടഡ് മാനുഫാക്ചറിങ് ആൻഡ് ബൈയിങ് ലെഥൽ വെപ്പൺസ്. വിനാശകരമായിട്ടുള്ള ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി യൂറോപ്യൻ കൺട്രീസ്. ദി യൂറോപ്യൻ നേഷൻസ് റിസോർട്ടഡ് ടു വേരിയസ് സ്ട്രാറ്റജീസ് ടു എൻതൂസിയസ് ദെയർ പീപ്പിൾ. ആളുകളെ ഇവർ കൈവശപ്പെടുത്താൻ വേണ്ടി നാഷണലിസം, ദേശീയത വളർത്തി. നാഷണലിസം, നമ്മുടെ രാജ്യമാണ് ഏറ്റവും വലുത്, നമ്മുടെ രാജ്യക്കാരാണ് ഏറ്റവും നല്ലത്, മറ്റുള്ള രാജ്യക്കാർ മോശമാണ് എന്നൊക്കെ പറഞ്ഞു. കാരണം യുദ്ധം ഉണ്ടാകുമ്പോൾ എന്തിനാണ് യുദ്ധം ഉണ്ടാക്കിയതെന്ന് ജനങ്ങൾ ചോദിക്കരുത്. അതിന് അഗ്രസീവ് നാഷണലിസ്റ്റ് കൺസിഡേർഡ് ദെയർ ഓൺ നേഷൻസ് ആസ് ദി സുപ്രീം ആൻഡ് ജസ്റ്റിഫൈഡ് വാട്ട് എവർ ബി ദി ആക്ഷൻസ് ഓഫ് ദി റൂളേഴ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു നാഷണലിസ്റ്റ് ചിന്താഗതി വളർന്നപ്പോൾ ഈ റൂളേഴ്സ് എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കും. റൂളേഴ്സ് പറയും, നമ്മൾ വലിയൊരു നേഷനാണ്, നമ്മുടെ ആളുകളാണ് ഏറ്റവും സുപ്പീരിയർ, അതുകൊണ്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ആ സുപ്പീരിയറിറ്റി കാണിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളവരുമായിട്ട് യുദ്ധത്തിന് പോകുന്നത്, ഇങ്ങനെ ആയുധങ്ങൾ മേടിച്ചു കൂട്ടുന്നതെന്നൊക്കെ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കും. അഗ്രസീവ് നാഷണലിസം ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് വേരിയസ് മൂവ്മെൻറ്റ് ലൈക്ക്. ഇപ്പം ഇങ്ങനെയുള്ള അഗ്രസീവ് നാഷണലിസം, വളരെ ദേശീയത വളർന്നു, നാഷണലിസം വളർന്ന് കുറച്ച് സംഘടനകളുണ്ടായി, കുറേ ഗ്രൂപ്പുകളുണ്ടായി. അതാണ് പാൻസിയാവ് മൂവ്മെൻറ്റ്, പാൻസ്ലാവ് മൂവ്മെൻറ്റ് എന്ന് പറയും. പാൻസ്ലാവ് മൂവ്മെൻറ്റ്, അങ്ങനെയാണ് പാൻസ്ലാവ് മൂവ്മെൻറ്റ്, പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്, റിവെഞ്ച് മൂവ്മെൻറ്റ്. ഈ 3 മൂവ്മെൻറ്റും എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇമ്പീരിയലിസ്റ്റ് റിവൽറി ഡ്രോവ് ദി യൂറോപ്യൻ കൺട്രീസ് ഇൻ ടു സെവറൽ ക്രൈസിസ്. ഈ ഇമ്പീരിയലിസ്റ്റ് റിവൽറി പല ക്രൈസിസിലും പല കുഴപ്പങ്ങൾക്കും കാരണമായി തീർന്നു. എമംഗ് വിച്ച് ദി മൊറോക്കൻ ക്രൈസിസ് ആൻഡ് ദി ബാൾക്കൻ ക്രൈസിസ്. മൊറോക്കൻ ക്രൈസിസ്, ബാൾക്കൻ ക്രൈസിസ്, ഇങ്ങനെ 2 ക്രൈസിസുകൾ കാരണമായി തീർന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈസിസാണ്. ദീസ് സർക്കംസ്റ്റാൻസസ് ലെഡ് ദി വേൾഡ് ടു എ വേൾഡ് വാർ. ഇതൊരു വേൾഡ് വാറിലോട്ട് നമ്മളെ ഈ രാജ്യങ്ങളെ, യൂറോപ്യൻ കൺട്രീസിനെ കൊണ്ടുചെന്ന് എത്തിച്ചത്. ഇനി വൈ ഡിഡ് ജർമ്മൻ ലെഡ് ദി പാൻ ജർമ്മൻ മൂവ്മെൻറ്റ്. പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് എന്തായിരുന്നു? ജർമ്മനിയിലെ ടു എസ്റ്റാബ്ലിഷ് ഇറ്റ്സ് ഡൊമിനൻസ് ഇൻ സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൾക്കൻ പ്രൊവിൻസസ്. ബാൾക്കൻ പ്രൊവിൻസസിലും സെൻട്രൽ യൂറോപ്പിലൊക്കെ ഡൊമിനൻസ് തുടങ്ങണമെങ്കിൽ ജർമ്മനി ഒരു പ്ലാൻ ചെയ്തു.
ടു യുണൈറ്റ് ദി ട്യൂട്ടോണിക് പീപ്പിൾ. ട്യൂട്ടോണിക് എന്ന് പറയുന്ന വർഗ്ഗക്കാരുണ്ട്, ആ പീപ്പിൾസ് ഉണ്ട്, അവരെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി. ദിസ് പാൻ ജർമ്മൻ മൂവ്മെൻറ്റ് കെയിം ഇൻ ടു ബീങ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ ലീഡർഷിപ്പിലാണ് ഇങ്ങനെ ട്യൂട്ടോണിക് വിഭാഗക്കാരെയൊക്കെ കൂട്ടിച്ചേർത്ത് പാൻ ജർമ്മൻ എന്ന് പറയുന്നൊരു മൂവ്മെൻറ്റ് ഉണ്ടായത്. അതിൻ്റെ എയിം ഒറ്റ ഗോളേ ഉള്ളായിരുന്നു, എന്താണ്? ഡൊമിനൻസ് ഇൻ ദി സെൻട്രൽ യൂറോപ്പ് ആൻഡ് ബാൾക്കൻ പ്രൊവിൻസസ്. ഇനി ഫ്രാൻസിൻ്റെ എന്താണ്? ഒരു റിവഞ്ച് മൂവ്മെൻ്റ് ആയിരുന്നു അല്ലേ? എന്താണ് ഫ്രാൻസിൻ്റെ റിവഞ്ച് മൂവ്മെൻറ്റ്? ഇൻ 1871 1871 ജർമ്മനി ഒക്കുപ്പൈഡ് അൽസൈസ് ലൊറൈൻ, ദി ടെറിട്ടറീസ് ദാറ്റ് വെയർ അണ്ടർ ദി കൺട്രോൾ ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ കൺട്രോൾ ഉണ്ടായിരുന്ന അൽസൈസ് ലൊറൈൻ എവിടെയാണ്? ജർമ്മനിയുടെ കയ്യിലായിപ്പോയി. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കണം. ടു റീഗെയിൻ ദീസ് ടെറിട്ടറീസ് ദി റിവഞ്ച് മൂവ്മെൻറ്റ് വാസ് ഫോംഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഫ്രാൻസ്. ഫ്രാൻസിൻ്റെ ലീഡർഷിപ്പിൽ പിന്നെ ഫ്രാൻസിൻ്റെ ഈ പ്രൊവിൻസസ് ജർമ്മനിയുടെ കയ്യിൽ പോയ അൽസൈസ് ലൊറൈൻസ് തിരിച്ചു കിട്ടാൻ വേണ്ടിയായിരുന്നു എന്ത് മൂവ്മെൻറ്റ് ഉണ്ടായത്? റിവഞ്ച് മൂവ്മെൻറ്റ് ഉണ്ടായത്. വാട്ട് വാസ് ദി ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ? ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഇമ്മീഡിയറ്റ് കോസ് എന്തായിരുന്നു? അപ്പം ഇങ്ങനെയുള്ള സർക്കംസ്റ്റൻസസൊക്കെ എങ്ങനെയാണ് ഒരു വേൾഡ് വാറിൽ കൊണ്ടുവന്ന് എത്തിച്ചതെന്ന് നോക്കാം. വേൾഡ് വാർ പക്ഷേ പെട്ടെന്നുണ്ടായ ഒരു കോസ് കൊണ്ടാണ്. എന്താണ്? വെൻ ഓസ്ട്രിയ ലെയ്ഡ് ഇറ്റ്സ് ക്ലെയിം ഓവർ ദി ബാൾക്കൻ റീജിയൻ വിത്ത് ദി സപ്പോർട്ട് ഓഫ് ജർമ്മനി. ജർമ്മനിയുടെ സപ്പോർട്ടിൽ ഓസ്ട്രിയ ബാൾക്കൻ റീജിയനിലെ ക്ലെയിം പറഞ്ഞു ഞങ്ങളുടേതാണ്. അപ്പോൾ സൈബീരിയ ക്ലെയിംഡ് ടു ദിസ് റീജിയൻ വിത്ത് ദി സപ്പോർട്ട് ഓഫ് റഷ്യ. റഷ്യയുടെ സപ്പോർട്ടിൽ സൈബീരിയ പറഞ്ഞു അത് ഞങ്ങളുടേതാണ്. അപ്പോൾ ഓസ്ട്രിയ ജർമ്മനിയുടെ സപ്പോർട്ടിൽ പറഞ്ഞു ബാൾക്കൻ റീജിയൻ ഞങ്ങളുടേതാണ്. സൈബീരിയ പറഞ്ഞു എന്താണ്? റഷ്യയുടെ സപ്പോർട്ടിൽ പറഞ്ഞു അത് ഞങ്ങളുടേതാണ്. അതാണ് ബാൾക്കൻ പ്രതിസന്ധി, ബാൾക്കൻ ക്രൈസിസ്. ഡ്യൂറിങ് ദിസ് ടൈം സൈബീരിയൻ ആയിട്ടുള്ളൊരു യൂത്ത്, ഗാൽവറില്ലോ പ്രിൻസപ്പ് എന്ന് പറയുന്ന ഒരു യൂത്ത്, ഫ്രാൻസിസ് ഫെർഡിനാൻഡ്, അതായത് ഓസ്ട്രേലിയയുടെ കിരീടാവകാശിയായിട്ടുള്ള തോണിലോട്ട് പോകേണ്ട ഫെർഡിനാൻഡിനെ എന്ത് ചെയ്തു? വധിച്ചു, കൊന്നു. മനസ്സിലായില്ലേ? ഇൻ ദി ബോസ്നിയൻ ക്യാപിറ്റൽ സറാജോവിൽ വെച്ചാണ് ജൂൺ 1914 ജൂണിൽ കൊല്ലുന്നത്. ദി അലീഡ് നേഷൻസ് റഷ്ഡ് ടു ദി ഹെൽപ്പ് ടു ദി അലീസ്. അപ്പം എന്താണ്? ഓടി വന്നു അല്ലേ? പരസ്പരം 2 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞു. ഓൾമോസ്റ്റ് അതായത് കൊന്നവനും ഒരു ഗ്രൂപ്പായി, മരിച്ചവൻ്റെ കീഴിലുള്ള മറ്റുള്ള രാജ്യങ്ങളും ഒരു ഗ്രൂപ്പായി. അങ്ങനെ എന്താണ്? ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ ഫസ്റ്റ് വേൾഡ് വാറൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും സമാധാനമായി. മരിക്കേണ്ടവരൊക്കെ മരിച്ചു, നശിക്കേണ്ടതൊക്കെ നശിച്ചു. ഇനി എന്താണ്? സമാധാനപരമായിട്ടുള്ള ഉടമ്പടികളാണല്ലേ. പീസ് എഫർട്ട്. യുദ്ധം കഴിഞ്ഞപ്പോൾ പീസ് എഫർട്ട് ഇതെങ്ങനെയാണ്? ദി ട്രീറ്റി ഓഫ് വേഴ്സാലിസ് എന്ന് പറയും, വേഴ്സായി ഉടമ്പടി എന്ന് പറയും, വേഴ്സായിസ് ട്രീറ്റി എന്ന് പറയും. വേഴ്സായിൽ പീസ് എഫർട്ട് ഒരു ട്രീറ്റി വെച്ചു. എന്താണ് ഇത്? വെഞ്ചൻസ് അഗൻസ്റ്റ് ദി ഡിഫീറ്റഡ് നേഷൻസ്. തോറ്റുപോയ രാജ്യങ്ങൾക്ക് ഓടുള്ള പ്രതികാരം തീർക്കുന്ന രീതിയിലായിപ്പോയി ഈ ഉടമ്പടി, ഈ ട്രീറ്റി. അതെങ്ങനെയാണ്? വേഴ്സായി ട്രീറ്റി അതെങ്ങനെയായിരുന്നു എന്ന്. ദി വേഴ്സായി ട്രീറ്റി സൈൻഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ദി വിന്നിങ് അലീസ്. ജയിച്ച കക്ഷികളാണ് ഈ വേഴ്സായി ട്രീറ്റിയിൽ ഒപ്പുവെച്ചത്. ബ്രിട്ടൻ ആൻഡ് ഫ്രാൻസ് വിത്ത് ജർമ്മനി. ബ്രിട്ടനും ഫ്രാൻസുമായിട്ട് ജർമ്മനിയുമായിട്ട്, ബ്രിട്ടനും ഫ്രാൻസും ഒരു ചേരിയിലും ജർമ്മനി മറുചേരിയിൽ. തോറ്റാണ് ജർമ്മനി 1919. ഇതിൻ്റെ പ്രൊവിഷൻസ് എന്തൊക്കെയാണ്? ജർമ്മൻ കോളനീസ് വെയർ ഡിവൈഡഡ് എമംഗ് ദി വിക്ടോറിയസ് പവേഴ്സ്. ആരാണോ ജയിച്ചത് അവർക്ക് ജർമ്മനിയിൽ കൈവശപ്പെടുത്തിയ പ്ലേസസ് ഒക്കെ വിട്ടുകൊടുക്കണം. ജർമ്മനി വാസ് ഫോഴ്സ്ഡ് ടു പേ എ ഹ്യൂജ് എമൗണ്ട് ആസ് വാർ ഇൻഡെമിനിറ്റി. യുദ്ധത്തിന് നഷ്ടം വന്നതിന് നഷ്ടപരിഹാരമായിട്ട് ജർമ്മനി ഒരു ഹ്യൂജ് എമൗണ്ട് കൊടുക്കണം. ദി അലീസ് ഒക്കുപ്പൈഡ് ദി റിച്ച് മൈൻസ് ഓഫ് ജർമ്മനി. ജർമ്മനിയിലെ മൈൻസ്, വളരെ റിച്ച് ആയിട്ടുള്ള മൈൻസൊക്കെ ജയിച്ച ആളുകൾ എടുക്കും. ദി ഗൾഫ് വാസ് ഇമ്പോസ്ഡ്, വാർ ഗിൽറ്റ് വാസ് ഇമ്പോസ്ഡ് ടു ജർമ്മനി. യുദ്ധക്കുറ്റം മുഴുവൻ ജർമ്മനിയുടെ തലയിലായി. ജർമ്മനി വാസ് ഡിസാർംഡ്. ജർമ്മനിയുടെ ആയുധങ്ങളെല്ലാം ഇനി ആയുധമൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് നിരായുധീകരിച്ച്. ഇത്രയും കാര്യങ്ങളാണ് വേഴ്സായി ട്രീറ്റിയിൽ ഉണ്ടായത്. അതെല്ലാം ജർമ്മനിക്ക് എതിരായിരുന്നു.
അത് ജയിച്ച ആളുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയൊരു ഉടമ്പടിയാണ്. നഷ്ടം തോറ്റ ജർമ്മനിക്ക് തന്നെയാണ് വന്നത് എന്ന് പറയുന്ന ഒരു പ്രത്യേകത കൂടി അതിനകത്തുണ്ട്. ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായി. ആ എക്കണോമിക് ഡിപ്രഷൻ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എങ്ങനെയാണ് എഫക്റ്റ് ചെയ്തതെന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റാണ് പറയുന്നത് 1929. പീപ്പിൾ ഹു ബിക്കെയിം പോപ്പർ ബിക്കോസ് ഓഫ് ദി വാറോടുകൂടി ആളുകൾ പാപ്പരായി അല്ലേ, കാശില്ലാണ്ടായി അല്ലേ. കുഡിൻറ്റ് അഫോർഡ് ദി കോമോഡിറ്റീസ്, അവർക്ക് സാധനങ്ങൾ മേടിക്കാൻ കഴിയില്ലാതെ ആളുകൾക്ക്. ഗുഡ്സ് വെയർ കെപ്റ്റ് അൺസോൾഡ് ഇൻ ഫാക്ടറിയിൽ സാധനങ്ങൾ വിൽക്കാതെ വെച്ചിരിക്കുകയാണ്. യൂറോപ്യൻ നേഷൻസ് ഫെയിൽഡ് ടു റീപേ ദിയർ ഡെപ്റ്റ് ടു ദി USA. ഈ യൂറോപ്യൻ നേഷൻസ് കാശ് കടമായിട്ട് വാങ്ങിച്ചതെല്ലാം ആരാണ്? അമേരിക്കയിൽ നിന്നാണ്. ഈ അമേരിക്കയ്ക്ക് യൂറോപ്യൻ നേഷൻസ് ആരും കാശ് തിരിച്ചു കൊടുത്തില്ല. അതോടെ അമേരിക്കയുടെ കാര്യം പരിങ്ങല്ലായി. ബാങ്ക്സ് കൊളാപ്സ്ഡ്, ബാങ്കുകൾ തകർന്നു. ഇൻഫ്ലേഷൻ ബിക്കം അൺകൺട്രോളബിൾ. ഇൻഫ്ലേഷൻ, പണത്തിന് വിലയില്ലാണ്ടായി. പണം അങ്ങോട്ട് പെരുകി. 1 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് 100 രൂപ കൊടുക്കേണ്ട ആവശ്യമാണ്. പണപ്പെരുപ്പമുണ്ടായി. അക്യൂട്ട് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി, ഭയങ്കരമായിട്ടുള്ള തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും തുടങ്ങി. ഗ്രാജുവലി ദി എക്കണോമിക് ക്രൈസിസ് സ്പ്രെഡ് ഇൻ ടു ദി അതർ നേഷൻസ്. ഈ അമേരിക്കയിൽ തുടങ്ങിയ സാമ്പത്തിക മാന്ദ്യം, ഡിപ്രഷൻ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ വ്യാപിച്ചു അങ്ങോട്ട്. ടു ഓവർകം ദിസ് ക്രൈസിസ്, ഇങ്ങനെയുള്ള ഒരു ക്രൈസിസ് ഓവർകം ചെയ്യാൻ തീർത്തു യൂറോപ്യൻ നേഷൻസ് അഡോപ്റ്റഡ് എ സ്ട്രാറ്റജി ഓഫ് ഇമ്പോസിങ് ഹെവി ടാക്സസ് ഓൺ ദി കോളനീസ്. കോളനികൾ വലിയ നികുതി കൊടുക്കണമെന്നാക്കി. ഇവർക്ക് വന്ന നഷ്ടം മുഴുവൻ നികത്തുന്ന എവിടെയിട്ടാണ്? ആ പാവം കോളനിക്ക് എതിരായിട്ട്. കോളനിക്കാരെല്ലാം കൂടെ തിരിച്ചെടുക്കണമെന്ന് ആയി. ഇങ്ങനെയാണ് പ്രശ്നം വന്നത്. ഇനി നമ്മൾ ഈ 1-ാം ലോക മഹായുദ്ധം, ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമുണ്ടായ 2 സംഘടനകളാണ് ഫാസിസവും നാസിസവും. നാസിസ്റ്റുകൾ 2 സംഘടനകൾ. അതെങ്ങനെയായിരുന്നു നമുക്ക് നോക്കാം. ഫാസിസം എന്ന് പറയുന്ന മുസോളിനിയാണ് അല്ലേ. മുസോളിനിയുടെ കീഴിലാണ് ഉണ്ടായത് ഫാസിസം. ഈ ഫാസിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. പ്യൂരിറ്റി ഓഫ് റേസ്, വംശശുദ്ധി എന്ന് പറയും. അതെന്താണ്? ദി എയിം ഓഫ് ദി ഫാസിസം വാസ് ടു റീസ്റ്റോർ ദി ഏൻഷ്യൻ്റ് റോമൻ എംപയർ. നിങ്ങൾ 9-ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. റോമൻ സാമ്രാജ്യം ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്നു. അത് 2ആയിട്ട് തിരിഞ്ഞു അല്ലേ. കലകൾ, സാഹിത്യം, ഇതെല്ലാം റോമൻ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. അപ്പോൾ റോമൻ സാമ്രാജ്യം, റോമൻ എന്ന് പറയുന്ന എംപയർ എന്ന് പറയുന്നത് എന്താണ്? വലിയ വളരെ ഉയർന്ന തലത്തിലുള്ള ഒരു എംപയർ ആയിരുന്നു. സാംസ്കാരികമായിട്ട്, കൾച്ചറലായിട്ട് ഉയർന്ന ആളുകളായിരുന്നു. അപ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി, റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉണ്ടായതാണിത്. ഫോർ ദിസ് മുസോളിനി അഡോപ്റ്റഡ് സെവറൽ സിംബൽസ് ഓഫ് ആൻ ഏൻഷ്യൻ്റ് റോമൻ അഡ്മിനിസ്ട്രേഷൻ. ഈ റോമൻ അഡ്മിനിസ്ട്രേഷനിലെ പല സിംബൽസും മുസോളിനി തൻ്റെ രാജ്യത്തും കൊണ്ടുവന്നു. അടുത്ത ഇതെവിടെ ഉണ്ടായത്? ഇറ്റലിയിലാണ് ഉണ്ടായതെന്ന് ഓർത്തോളേ. വയലൻസ് ആൻഡ് ദി ഫ്യൂരിയോസിറ്റി വെയർ ദി സ്ട്രാറ്റജീസ് ഓഫ് ദി ഫാസിസം. ഫാസിസം എന്താണ്? വയലൻസ്, ക്രൂരതകളാണ്, കൊന്നൊടുക്കുകയാണ് എതിർക്കുന്നവരെയൊക്കെ. വയലൻസ് ആൻഡ് ദി ഫ്യൂരിയോസിറ്റി വെയർ ദി ഭയാനകത ഓഫ് ദി ഫാസിസം. സോഷ്യലിസ്റ്റ് ആൻഡ് ദി ലീഡേഴ്സ് ഓഫ് പെസൻസ് ആൻഡ് വർക്കേഴ്സ് വെയർ പ്രോക്ലെയിംഡ് ആസ് എനിമീസ് ഓഫ് ദി നേഷൻ. രാജ്യത്തിൻ്റെ ശത്രുക്കൾ ആരാണെന്നറിയാമോ? സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാർ. എല്ലാവർക്കും ഒരുപോലെ ജീവിക്കണം, എല്ലാവരും ഒരുപോലെ ആണെന്ന് പറയുന്ന സോഷ്യലിസ്റ്റുകാരെയും പിന്നെ കർഷക സംഘടനകളുടെ നേതാക്കന്മാരെയൊന്നും കണി കണ്ടുകൂടാ. അവരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം കൊന്നുകളയും. കൊല്ലാൻ വേണ്ടി ഒരു മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ് ഉണ്ടായിരുന്നു. ഡിക്റ്റേറ്ററായിരുന്നു ഇദ്ദേഹം. കാരണം എന്താണ്? ഒരു സൈനികമായിട്ട് കൊന്നൊടുക്കുന്ന സൈന്യം ഉണ്ടായിരുന്നു. ദോസ് ഹു ഓപ്പോസ് ദി ഫാസിസ്റ്റ് പാർട്ടി വെയർ എക്സിക്യൂട്ടഡ് യൂസിങ് ദി മിലിറ്ററി ഫോഴ്സ് ഓഫ് ബ്ലാക്ക് ഷർട്ട്. കരിങ്കുപ്പായക്കാർ എന്ന് പറയും. ബ്ലാക്ക് ഷർട്ട്, കറുത്ത ഷർട്ടുകാർ, കറുത്ത കുപ്പായക്കാർ എന്ന് പറയുന്ന ആ സൈന്യത്തെ ഉപയോഗിച്ച് എല്ലാവരും കൊന്നുകളയും.
Mussolini's aggressive foreign policy led him to conquer nations like Ethiopia, Albania, etc. എത്യോപ്യ, അൽബേനിയ തുടങ്ങിയ രാജ്യങ്ങളെയൊക്കെ അദ്ദേഹം കീഴടക്കി മുസോളിനി. അപ്പോൾ ഈ ഫാസിസം എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് വേൾഡ് വാറാണ്. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ ഒരു ഉൽപ്പന്നമായിരുന്നു, ഒരു പ്രൊട്ടക്ഷനായിരുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് പറയാം. ദി ഫസ്റ്റ് വേൾഡ് വാസ് ഡിവാസ്റ്റേഡ് ബോത്ത് അലീസ്. രണ്ട് സഖ്യകക്ഷികൾക്കും രണ്ട് വിഭാഗക്കാർക്ക് നഷ്ടം വരുത്തിയ ഒരു യുദ്ധമായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. മെനി യൂറോപ്യൻ ഗവൺമെൻറ്റ്സ് ലോസ്റ്റ് ദിയർ പവർ. പല യൂറോപ്യൻ ഗവൺമെൻറ്റുകൾക്കും അവരുടെ ശക്തി നഷ്ടപ്പെട്ടു. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലാണ്ടായി. പോവർട്ടി, ദാരിദ്ര്യമായി. ഇൻഫ്ലേഷനായി. ഫാസിസം ഇൻ ഇറ്റലി ആൻഡ് നാസിസം ഓഫ് ജർമ്മനി റോസ് ടു പവർ, ക്യാപിറ്റലൈസിങ് ഓൺ ദി പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് ചാവ്സ് ഓഫ് പ്രിവെയിലിംഗ് ദം. എന്താണ് ഫാസിസവും നാസിസവും ആളുകൾ കൈകിട്ടി സ്വീകരിക്കാൻ കാരണം? അന്ന് വരെയുള്ള ഭരണാധികാരികളുടെ കുഴപ്പം കൊണ്ടാണ് യുദ്ധമൊക്കെ ഉണ്ടായത്. ഇനിയും ഈ ഭരണാധികാരികൾ നമ്മളെ ഭരിച്ചാൽ ശരിയാവില്ല എന്ന് പറയുന്ന സമയത്താണ് എന്താണ് പുതിയ ഒരു എക്കണോമിക് പോളിസികളൊക്കെ ആയിട്ട്, പുതിയ സാമ്പത്തിക നയങ്ങളൊക്കെ ആയിട്ട് ഫാസിസവും നാസിസവും ഒക്കെ വരുന്നത്. അപ്പോൾ ആരും ഇല്ലെങ്കിൽ ഇവരെങ്കിലും നമ്മളെ രക്ഷിക്കും. ചിലപ്പോൾ കണ്ടില്ലേ, ഉന്നതമായ രണ്ട് പാർട്ടികളാണ് പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും എങ്കിൽ കുറേ കഴിയുമ്പോൾ ആളുകൾ എന്താണ്, പുതിയൊരു പാർട്ടി വരുമ്പോൾ അവരായിരിക്കും ഇനി രക്ഷിക്കുക, ഇവർ രണ്ടുപേരെ കൊണ്ടും മടുത്തു എന്ന് പറയുന്ന ആ രീതി ഉണ്ടല്ലോ. അതുപോലെ അന്ന് വരെയുള്ള ഭരണാധികാരികൾ യുദ്ധത്തിലേക്ക് വലിച്ചഴച്ച, ഒന്നാം ലോക മഹായുദ്ധത്തും ഉണ്ടാക്കി കഴിഞ്ഞ ആളുകളെ പട്ടിണിയിലേക്ക് കൂപ്പുത്തിയ ഈ ഭരണാധികാരികളെ വിശ്വാസമില്ലാതിരിക്കുന്ന സമയത്താണ് ഫാസിസവും നാസിസവും വരുന്നത്. അതുകൊണ്ട് ഫാസിസ്റ്റ് ചിന്താഗതികളെ ആളുകൾ എന്താണ് അംഗീകരിച്ചു. അവരിൽ ഒരു രക്ഷകനെ കണ്ടു അല്ലേ. എക്കണോമിക് ഡിസ്ട്രക്ഷൻ, റിവൽറി എഗനിസ്റ്റ് ദി വിക്ടേഴ്സ്. സാമ്പത്തികമായിട്ട് നശിച്ചിരിക്കുന്നു, എതിരാളികളോട് പ്രതികാരം ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ ഒരു നേതാവ് വേണം. അപ്പോൾ ഇദ്ദേഹം മുസോളിനി ആയിരിക്കും ആ നേതാവെന്ന് ആളുകൾ വിചാരിച്ചു. എയിംലെസ്നെസ്, ആർക്കും ഒരു ലക്ഷ്യവുമില്ല. ഫെസിലിറ്റേറ്റഡ് ദീസ് ഫോഴ്സസ് ടു ഗ്രാബ്. ഈ അവസരം മുതലെടുത്തുകൊണ്ട് അവരുടെ പവർ ഗ്രാബ് ചെയ്ത് ആരാണ്? മുസോളിനി ഗ്രാബ് ചെയ്തു. അതാണ് ഫാസിസം എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ സന്തതിയാണെന്ന് പറയാം. ഇനി ഫാസിസത്തിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഗ്ലോറിഫൈ ദി നേഷൻ. തങ്ങളുടെ രാജ്യമാണ് ഏറ്റവും ഉത്കൃഷ്ടം, ശ്രേഷ്ഠമെന്ന് പറയുന്നു. അങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്നു, തങ്ങളുടെ നേഷനെ ഉയർത്തി കാണിക്കുന്നു. ജസ്റ്റിഫൈ വാർ. യുദ്ധം വേണം. എതിരാളികളെ നമ്മൾ യുദ്ധത്തിലൂടെ തോൽപ്പിച്ചില്ലെങ്കിൽ അവർ നമ്മളെ തോൽപ്പിക്കുന്ന ഒരു തത്വമൊക്കെയാണ്. അപ്പോൾ യുദ്ധം വേണം, അതിനെ നീതീകരിക്കുന്നു, ജസ്റ്റിഫൈ ചെയ്യുന്നു. ഡീഫൈൻ ദി പാസ്റ്റ്. ഭൂതകാലത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. നമ്മൾ പണ്ട് അങ്ങനെയായിരുന്നു, നമ്മുടെ അപ്പൂപ്പൻ ഇങ്ങനെയായിരുന്നു. അങ്ങനെ. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, സ്വേച്ഛാധിപത്യമായിട്ടുള്ള സൈനികം അല്ലേ. ഒപ്പോസിഷൻ ടു സോഷ്യലിസം. സോഷ്യലിസ്റ്റ് ചിന്താഗതികൾ ഇഷ്ടമല്ല, എല്ലാവരും ഒരുപോലെ ഇരിക്കണം എന്നുള്ളവരെ എതിർക്കും. അഡോറിങ് ദി പ്യൂരിറ്റി ഓഫ് റേസ്. വംശീയ ശുദ്ധത. തങ്ങളുടെ വംശക്കാരാണ് ഏറ്റവും വലുത്, ബാക്കിയുള്ളവരൊക്കെ ചീത്തയാണ്, അവർ കൊന്നുകളയണം എന്നുള്ളത്. ഡിഫ്യൂഷൻ ഓഫ് അഗ്രസീവ് നാഷണലിസം. ഭയങ്കരമായ തീവ്ര ദേശീയത. തങ്ങളുടെ ദേശമാണ് ഏറ്റവും വലുത്, മറ്റുള്ള ദേശങ്ങളൊക്കെ പോക്കാണ്, തങ്ങളുടെ ദേശം മാത്രമേ വലുതാവുള്ളൂ, അങ്ങനത്തെ ഒരു. അഡോറിങ് ദി പ്യൂരിറ്റി ഓഫ് റേസ്. പിന്നെ നാഷണലിസം. ഇൻഡോക്ട്രിനേഷൻ ഓഫ് ഐഡിയോളജീസ് ത്രൂ ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ. ഈ ഫാസിസത്തിൻ്റെ ആശയങ്ങൾ, ഇവിടെ ഐഡിയകൾ എന്താണ്? നമുക്കറിയാം പല രാഷ്ട്രീയ പാർട്ടികളും അവിടെ ഐഡിയകൾ ആളുകളോട് പറയാൻ തെരുവ് നാടകങ്ങളും പാട്ടുകളൊക്കെ ഉണ്ടാക്കും അല്ലേ. ഇലക്ഷൻ്റെ സമയത്തൊക്കെ കൂടുതൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ കലകളിലൂടെയും സാഹിത്യത്തിലൂടെയും ലിറ്ററേച്ചറിൽ കൂടെയും ഫാസിസത്തിൻ്റെ അലകൾ ആളുകളിൽ എത്തിക്കാൻ നോക്കി. ഡിസ്ട്രക്ഷൻ ഓഫ് പൊളിറ്റിക്കൽ റിവൽസ്. എതിരാളികളെ ഉന്മൂലനാശനം ചെയ്യണമെങ്കിൽ ഇത്ര ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി വേണം എന്നൊരു തോന്നൽ ആളുകൾക്ക് ഉണ്ടാക്കത്തക്ക രീതിയിലായിരുന്നു ഫാസിസത്തിൻ്റെ വളർച്ച. നമ്മൾ പഠിക്കാൻ പോകുന്നത് നാസിസമാണ്. ജർമ്മനിയിലെ ഹിറ്റ്ലറാണ് നാസിസത്തിൻ്റെ ആൾ. ഹിറ്റ്ലർ എന്ന് പറയുന്നത് ആര്യ വംശജനാണ്. ആര്യന്മാർ മാത്രമാണ് ഏറ്റവും വലുത്, ജൂതന്മാരും മറ്റുള്ള ആളുകളൊക്കെ കൊന്നൊടുക്കപ്പെടേണ്ടവരാണെന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ആളായിരുന്നു ഹിറ്റ്ലർ. ഹിറ്റ്ലർ പ്രൊജക്റ്റഡ് ദി പ്യൂരിറ്റി ഓഫ് ദി ആര്യൻ റൈസ്. ആര്യൻ വംശത്തിൻ്റെ പ്യൂരിറ്റി, ശുദ്ധമായിട്ടുള്ള ആളുകൾ, ശുദ്ധരക്തമുള്ള ഒരു ആര്യക്കാരാണ് എന്ന് ഹിറ്റ്ലർ പറഞ്ഞു വരുത്തി. ആൻഡ് ഓർഡ് ദാറ്റ് ഓൺലി ദി ആര്യൻസ് ഷുഡ് റൂൾ ദി വേൾഡ്. ലോകം ഭരിക്കണമെങ്കിൽ ആര്യന്മാർ വേണം എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജ്യൂസ് ആൻഡ് ഡെമോക്രേറ്റ്സ്. സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാർ, കമ്മ്യൂണിസ്റ്റുകാർ, ജൂതന്മാർ, ഡെമോക്രാറ്റുകൾ ഇവരെയൊക്കെ കൊന്നൊടുക്കി. ദശലക്ഷക്കണക്കിന് ജൂതന്മാരെ
മെനി ജൂസ് വെയർ പുട്ട് ഇൻ കോൺസെൻട്രേഷൻ ക്യാമ്പ്സ്, പീഡന ക്യാമ്പുകളിൽ കൊണ്ടുപോയിട്ട് അവരെയെല്ലാം ഗ്യാസ് ചേമ്പറിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ട് ഗ്യാസ് തുറന്നു വിട്ട് കത്തിച്ചു കളഞ്ഞു. അദ്ദേഹത്തിന് മുസോളിനിക്ക് ബ്ലാക്ക് ഷർട്ടുകാരുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് എന്തുണ്ട്, ബ്രൗൺ ഷർട്ടുകാരുണ്ട്. ബ്രൗൺ ഷർട്ട് എന്ന് പറയുന്ന മിലിറ്ററി ഗ്രൂപ്പുണ്ട്. പിന്നെ ഒരു സീക്രട്ട് ഏജൻ്റ് ഉണ്ട് പോലീസിൻ്റെ, എന്താണ് ഗെസ്റ്റപ്പോ എന്ന് പറയുന്ന ഒരു സീക്രട്ട് ഏജൻസി ഉണ്ട്. ഇതൊക്കെ വെച്ചുകൊണ്ട് ആളുകളെ പീഡിപ്പിക്കാൻ തുടങ്ങി. ഹിറ്റ്ലർ അഡോപ്റ്റഡ് ആൻ അഗ്രസീവ് ഫോറിൻ പോളിസി, ഒരു വിദേശ നയം. ഇദ്ദേഹത്തിൻ്റെ ഫോറിൻ പോളിസി എന്തായിരുന്നു? വേറൊന്നുമല്ല, ആ ഫോറിനിലുള്ള ആളുകളുടെ അല്ല ആ രാജ്യങ്ങളെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കുക. അത് തന്നെ. ഹി അറ്റാക്ട് ഓസ്ട്രിയ ആൻഡ് ചെക്കോസ്ലോവാക്യ. ജർമ്മനി ഫോംഡ് മിലിറ്ററി അലയൻസ് വിത്ത് ഇറ്റലി ആൻഡ് ജപ്പാൻ. ചെക്കോസ്ലോവാക്യയും ആസ്ട്രിയനെയൊക്കെ അദ്ദേഹം അറ്റാക്ക് ചെയ്തു. പിന്നെയോ ജർമ്മനിയും ആയിട്ട് ചേർന്നൊരു മിലിറ്ററി, ജർമ്മനി എന്ത് ചെയ്തു, ഇറ്റലിയും ജപ്പാനുമായിട്ട് ചേർന്നൊരു മിലിറ്ററി അലയൻസും വെച്ചു. അപ്പോൾ ഇവരും കൂടി എല്ലാ കാര്യത്തിനും വേണ്ടി ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. ഇതാണ് നാസിസം എന്ന് പറയുന്നത്. ഫാസിസവും നാസിസവും മനസ്സിലായില്ലേ? അപ്പോൾ അവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സിമിലാരിറ്റീസും ഡിസിമിലാരിറ്റീസൊക്കെ ചോദിച്ചുകൊണ്ടൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ ഓരോന്നിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചോദിക്കാം. ഓക്കെ.